ചക്ക നമ്മളങ്ങനെ ഇനിയും ചകിണി കളയുകയാണ്. ഇത് ഇങ്ങനെ ചകിണി നമ്മൾ ഉണ്ടല്ലേ, ചെറിയ ചക്കയാണ്, വലിയ നീളമൊന്നുമില്ല. അപ്പം ഇതിൻ്റെ ചകിളി കളഞ്ഞ് നമുക്ക് അങ്ങോട്ടിടണം. ഇനി ഇതെങ്ങനെ വേവിക്കുന്നത് വെച്ചാൽ ചകിണി കളഞ്ഞ് നമ്മൾ ഇട്ടു. ഇതിങ്ങനെ നമ്മൾ ചെറിയ കുഞ്ഞി ചക്കയല്ലേ, ഇങ്ങനെ ഒരു മൂന്നായിട്ട് കീറണം. കീറി എടുത്തെല്ലാം കഴിഞ്ഞിട്ട് ഒരു മൺകലം എടുത്തിട്ട് നമ്മളിത് അരിഞ്ഞത് അതിനകത്താക്കി വെക്കണം. എന്നിട്ട് നമ്മൾ തേങ്ങ, വെളുത്തുള്ളി, ചുമന്നുള്ളി, പച്ചമുളക്, കാന്താരി അരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ കാന്താരി നമുക്ക് എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ലല്ലോ. അപ്പം പച്ചമുളക് ആവശ്യമായ ഇത്രയും സാധനം എടുത്ത് നമ്മൾ ചതച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. അതിനകത്ത് ചെറിയ ജീരകമില്ലേ, അതേലെ ഒരു നുള്ള് അതും ചേർത്ത്, അതും കൂടി ചേർത്തിട്ട് വേണം അരയ്ക്കാൻ. അരച്ച് ഇതിൻ്റെ മണ്ടയ്ക്ക്, ചക്കയുടെ മണ്ടയ്ക്ക് നമ്മൾ വെച്ച് നമ്മൾ തീ കത്തിച്ച് വെച്ചേക്കാണല്ലോ, ആ ഉപ്പും അതിൻ്റെ പുറത്തൊഴിച്ച് വെച്ചൊരാവി കയറി കഴിയുമ്പോൾ നമ്മൾ നോക്കണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ, ഒരു തുടുപ്പ്, പണ്ടൊക്കെ തുടുപ്പിലാണ്. അപ്പം പിന്നെ നല്ല കട്ടിയുള്ള തവിയായാലും മതി, ചെറിയ കുടുംബമൊക്കെ അല്ലേ. പണ്ട് ഞങ്ങൾക്കെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വലിയ കാലത്തിലൊക്കെയാണ് ഞങ്ങൾ ചക്ക വേവിക്കുന്നത്. എന്നിട്ട് വെന്തോന്ന് നോക്കി വെച്ച് വെള്ളം വലുതായിട്ട് ഒഴിക്കരുത്, 1 ഗ്ലാസ്സോ 2 ഗ്ലാസ്സോ അതിൽ കൂടുതലൊന്നും ഒഴിക്കരുത്. അരപ്പിൻ്റെ കുറഞ്ഞ വെള്ളമേ ഒഴിക്കാവും, ചക്കയുടെ അനുസരിച്ച് ഒഴിക്കാവും. കുഴച്ച് നമ്മളെടുക്കണം. ഇപ്പം പിന്നെ എല്ലാവരും കുക്കറിലല്ലേ വെക്കുന്നത്, അപ്പോൾ ഒരടി മതി. എല്ലാം കൂടി അങ്ങോട്ട് ഇട്ടിട്ട് ഒരടി അടിക്കും. പക്ഷേ ഞങ്ങളങ്ങനല്ല, നല്ല മൺകലത്തിനകത്ത് നല്ല കലത്തിനകത്തോട്ട് ഈ ചക്ക അരിഞ്ഞതെല്ലാം കൂടി എടുത്ത് വെച്ച് ഈ അരപ്പുകളെല്ലാം അതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് ഇട്ട്, പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കരിയാപ്പലയും നല്ലോണം ഇടണം. നല്ല സ്വാദിഷ്ടമായ ചക്ക പുഴുങ്ങിയത് വേവിച്ചങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞാണ്ടല്ലോ, അതിൻ്റെ കൂടെ ഇറച്ചിക്കറി വേണം, സൂപ്പറായിരിക്കും. മീൻ കറിയോ ഇറച്ചിക്കറിയോ ഇച്ചിരി വെളിച്ചെണ്ണ അതിൻ്റെ മണ്ടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം. ആ വാങ്ങാൻ നേരം, ആ ഇളക്കുന്ന സമയത്ത് നമ്മളൊരു 1 സ്പൂണോ 2 സ്പൂണോ അതിൻ്റെ മണ്ടയ്ക്ക് ഒരു തുള്ളി ഒഴിച്ചു കൊടുത്ത്, പണ്ടൊക്കെയുള്ള ആൾക്കാർ ആ ചക്കേൻ്റെ കലം എടുത്ത് താഴോട്ട് വെച്ചിട്ട് പിന്നെ 2 കൈക്കില തുണിയൊക്കെ കാലയിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു ഇളക്കമുണ്ട് ഇങ്ങനെ. അതൊക്കെ നല്ല സൂപ്പർ ചക്ക വേവിച്ച് തിന്നുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മൾ ചക്ക വേവിക്കുന്നത്.